നമസ്തേ ബച്ചോം. ഈ വീഡിയോയിൽ 9ാം ക്ലാസ്സിലെ ഹിന്ദി പാഠപുസ്തകത്തിലെ ജന ജന കാ ചെഹ്റ ഏക് എന്ന കവിതയിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ജന ജന സെ കവി का मतलब क्या होगा? जन जन से कवि का मतलब क्या होगा? ആൻസർ, ദുനിയ के हर कोने के आम आदमी. അപ്പോൾ ജനജനസെ എന്നുള്ളതിൽ കവി എന്താണ് അർത്ഥമാക്കുന്നത്? അപ്പോൾ ദുനിയാക്കെ ഹർ കോനേക്ക് ആം ആദ്മി, ദുനിയാവിൽ അതായത് ഈ ലോകത്തിലെ എല്ലാ കോണിലുമുള്ള സാധാരണ ജനങ്ങളെയാണ് കവി അർത്ഥമാക്കുന്നത് അല്ലെങ്കിൽ കവി ഉദ്ദേശിക്കുന്നത്. ചെഹരോം പർ പടി ചുറിയാം കാ രൂപ് കിസ്കി ഓർ സംകേത് കർത്താ ഹേ. അടുത്ത ക്വസ്റ്റ്യൻ, നമ്മുടെ മുഖത്ത് വീഴുന്ന ചുളിവുകൾ എന്തിനെയാണ് അർത്ഥമാക്കുന്നത്? ആൻസർ, ആം ജനതാക്ക് കഷ്ട ദുഃഖ് സന്താപ് അല്ലെങ്കിൽ മൻ കി വേദനാക്ക. സാധാരണ ജനങ്ങളുടെ കഷ്ടവും ദുഃഖവും ഒക്കെ നിറഞ്ഞ ജീവിതത്തെ അല്ലെങ്കിൽ മനസ്സിൻ്റെ വേദനയെയാണ് ഉദ്ദേശിക്കുന്നത്. കവിനെ ഐസാ ക്യോ കഹാ ഹോഗാ കി ജന ജന കാ ചെഹ്റ ഏക്. എല്ലാ ജനങ്ങളുടെ മുഖവും ഒന്നാണ് എന്ന് കവി പറയാൻ കാരണം എന്താണ്? ആൻസർ, ജന ഏക് ഹി ധരാതൽ പർ ഗഡാ ഹേ, ഉസ്കി പീഡായം സമാൻ ഹേ. ജനങ്ങൾ എന്താണ്? ഒരേ തലത്തിലാണ് നിൽക്കുന്നത്, അവരുടെ എല്ലാ വേദനകളും സമാനമാണ്. ഉസ്കി സോച്ച് ബി ഏക് ഹേ, അവരുടെ ചിന്തകൾ ഒരുപോലെയാണ്. ഓർ ഉസ്കാ സംഘർഷ് ബി ഏക് ഹേ, അവരുടെ സംഘർഷങ്ങൾ ഒന്നാണ്. ഇസി കാരൺ ജന ജന കാ ചെഹ്റ ഏക് ഹേ, അതുകൊണ്ടാണ് ജനങ്ങളുടെ മുഖം ഒന്നാണ് അല്ലെങ്കിൽ ജനങ്ങളുടെ എല്ലാം മുഖങ്ങൾ അതുപോലെ ജനങ്ങളെല്ലാം ഒരുപോലെയാണെന്ന് പറയാൻ കാരണം. അടുത്തത്, ജനജീവൻ സെ സദി കാ ക്യാ സംബന്ധ് ഹേ. ജനജീവൻ സെ നദി കാ ക്യാ സംബന്ധ് ഹേ. ജനജീവിതം അതായത് ജനങ്ങളുടെ ജീവിതം നദിയുമായി ബന്ധമുണ്ട് എന്ന് പറയാൻ കാരണം എന്ത്? മാനവ് ജീവൻ നദിയും സെ ജുഡാ ഹേ. മനുഷ്യജീവിതം നദിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. മാനവ് സംസ്കൃതി കാ ഉദയ് ഓർ വികാസ് നദിയും കെ തട് പർ ഹുവാ ഥ. ഇപ്പോൾ മാനവ ജീവിതത്തിൻ്റെ സംസ്കാരം, മാനവരുടെ സംസ്കാരത്തിൻ്റെ ഉദയം നദികളുടെ തടങ്ങളിലാണ്, നദീതട സംസ്കാരങ്ങളിലാണ് എന്ന് പറയുന്നുണ്ട്. ഇസ്ലിയ നദിയും കെ ബഹാവ് കോ ജീവൻ ക പ്രവാഹ് കഹാ ഹെ. അങ്ങനെയാണ് ഈ നദികളുടെ ഒഴുക്ക് ജീവിതത്തിൻ്റെ പ്രവാഹവുമായി, ജീവിതത്തിൻ്റെ ഒഴുക്കുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ജന ജന കാ ചെഹ്റ ഏക് അതിൻ്റെ ആസ്വാദന ടിപ്പണി ഒന്ന് നോക്കാം. അപ്പോൾ അത് 3 പാർട്ടായിട്ടാണ് എഴുതേണ്ടത്. ഫസ്റ്റ് കവിയെക്കുറിച്ചും കവിതയെക്കുറിച്ചും, രണ്ടാമത് മെയിനായിട്ട് ആ കവിതയുടെ ആശയം, മൂന്നാമത്തെ അതൊന്ന് ജസ്റ്റ് കൺക്ലൂഡ് ചെയ്ത് എഴുതുക. ഇതാണ് അതിൻ്റെ ഒരു ഫോർമാറ്റ്. അപ്പോൾ അങ്ങനെ എഴുതുമ്പോൾ ആ ഫോർമാറ്റിന് ഒരു എത്രയാണെന്ന് വെച്ചാൽ ആ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാം. അപ്പോൾ അതുപോലെ എഴുതാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. गजानन माधव मुक्तबोध हिंदी की प्रगतिशील काव्यधारा के प्रतिनिधि कवि है. आपकी कविताओं में सामाजिक जीवन का यथार्थ चित्रण है. जन जन का चेहरा एक मुक्तबोध की बहुचर्चित कविता है. इसमें काव्य बिंबों और प्रतीकों के माध्यम से विश्व मानवता के लिए एकजुट होकर संघर्ष का आह्वान करते हैं. അടുത്ത പാരഗ്രാഫ്, कवि कहता है कि शोषित मानव चाहे किसी भी देश प्रांत पुर के हो, उनका चेहरा एक है. अमेरिका, एशिया, यूरोप की गली की धूप और उन गलियों में जीने वालों के चेहरा की छुर्रियों भी एक है. गलियों की धूप आम जनता की कठिन जीवन समस्याओं को तथा चेहरे की छुर्रियां उनकी कष्ट दुख संदर्भों को दर्शाती है. आम जनता अपने ऊपर होने वाले अन्यायों के विरुद्ध हमेशा आवाज़ उठाती है. उनके विरोध की आवाज़ हर देश में समान है. विरोध का लक्ष्य भी एक है. पृथ्वी के हर कोने में आम जनता का एक ही दल है, उनका एक ही पक्ष है. जलता हुआ भीषण लाल सितारे की क्रांति रूपी इशारा भी सर्वत्र एक ही है. गंगा, इरावती, मीनाम, नील, अमेज़न, मिसौरी आदि दुनिया के भिन्न भिन्न प्रदेशों से होकर बहने वाली नदियाँ हैं. इस समस्त नदियों की धारा अर्थात जीवन का प्रवाह भी समान ही है. इस कविता में शोषित पीड़ित संघर्षशील
जनता का चित्रण है। यह संघर्ष या क्रांति विश्व के सभी क्षेत्रों में फूट रहा है। जो न्याय, शांति, बंधुत्व पाना चाहता है, जन एक ही धरातल पर गड़ा है, उसकी पीड़ाएं समान है, उसकी सोच भी एक ही है और उसका संघर्ष भी एक ही है। इसी कारण जन जन का चेहरा एक है. ഇതൊന്ന് നമുക്കൊന്ന് ചുരുക്കിയിട്ട് നോക്കാം. ജനജന का चेहरा एक, आम जनता का संघर्ष ഒരു സംക്ഷിപ്ത രൂപത്തിൽ നോക്കാം. गुजानन माधव मुक्तिबोध हिंदी का प्रगतिशील कवि है. जन जन का चेहरा एक मुक्तिबोध की बहुचर्चित कविता है. അടുത്ത പാരഗ്രാഫിൽ കവി कहता है कि शोषित मानव चाहे किसी भी देश प्रांत पुर के हो, उनके चेहरा एक है. എന്താണ്, പല ചൂഷണം ചെയ്യുന്ന ജനങ്ങൾ പല ദേശത്തും പല സ്ഥലത്തുമുള്ള ആളുകളാണെങ്കിൽ എന്താണ്, അവരുടെ മുഖം ഒരുപോലെയാണ്. ഹർ ഗലിക്ക് ധൂപ്പ്, ഹർ ഗലിക്ക് ധൂപ്പ് എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ പ്രശ്നങ്ങളെയാണ്. ഓർ ഉൻ ഗലിയോ മേ ജീനെ വാലോം കെ ചെഹരയ്ക്ക് ചുഴിയാം കഷ്ട ദുഃഖ് സന്താപ് ബി ഏക്ക്. ഇപ്പം അവരുടെ ഗലിയിൽ ജീവിക്കുന്ന ആളുകളുടെ മുഖത്ത് വീഴുന്ന ചുളിവുകളും ഒക്കെ എന്താണ്, ഒരുപോലെയാണ്. ആം ജനത അപ്പനെ ऊपर होने वाले अन्यायों के विरुद्ध हमेशा आवाज़ उठती है. ഇപ്പം എന്താണ്, ആം ജനത സാധാരണക്കാർ അവർക്ക് വരുന്ന പ്രശ്നങ്ങളെയൊക്കെ എതിർക്കുന്നു, അതിനെതിരെയായിട്ട് ശബ്ദമുയർത്തുന്നു. ലാൽ സിത്താര സർവത്ര ഏക് ഹി ഹെ, സമസ്ത നദിയോം കി ധാര ബി സമാൻ ഹെ. അപ്പം എന്താണ്, എല്ലാ നദികളുടെ ഒഴുക്കും ഒരുപോലെയാണ്. ഇസ് പ്രകാർ ആം ജനതാക്കെ വിരോധിക്ക് ആവാസ് ഹർ ദേശമേം സമാൻ ഹെ. അങ്ങനെ ഈ സാധാരണ ജനങ്ങളുടെ സംഘർഷവും ഒക്കെ എല്ലാ ശബ്ദവും എല്ലാം എല്ലാം ഒരേപോലെയാണ്, എല്ലാ ദേശത്തിലും ഒരുപോലെയാണ്. വിരോധ കാ ലക്ഷ്യ ബി ഏക് ഹെ, ഇവരുടെയൊക്കെ വിരോധത്തിൻ്റെ ലക്ഷ്യം ഒന്നാണ്. ഇസ് കവിതാമേം ശോഷിത പീഡിത സംഘർഷശീൽ ജനക ചിത്രയെ, അതായത് ചൂഷണം ചെയ്യപ്പെടുന്ന ജനങ്ങളുടെ, ചൂഷിതരാവുന്ന ജനങ്ങളുടെ എന്താണ് സംഘർഷമായിട്ടുള്ള അവരുടെ ജീവിതത്തിൻ്റെ ചിത്രണമാണ് കവി നമുക്ക് നൽകുന്നത് എന്നാണ് ഈ കവിതയിൽ പറയുന്നത്. അടുത്തത് 20 दिसंबर अंतर्राष्ट्रीय एकता दिवस है. एकता के महत्व का संदेश देते हुए പോസ്റ്റർ തയ്യാർ കरें. ഇതൊരു മോഡൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അന്തർരാഷ്ട്രീയ ഏകതാ ദിവസ് ഡിസംബർ 20 ആണെന്ന് പറയുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊരു പോസ്റ്റർ റെഡിയാക്കാനാണ്. അപ്പോൾ പോസ്റ്ററിന് മനോഹരമായ ഒരു തലക്കെട്ട് വേണം. ഡേറ്റൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് സൂചിപ്പിക്കണം. പിന്നെ ഏകതാ ഹമാരി ശക്തി ഹേ, പിന്നെ ഒരു ചെറിയൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ദേശ് അലഗ് വേഷ് അലഗ്, ഭാഷ അലഗ് റൂപ് അലഗ്, पर हम सब संतानों एक धरा की അനേകതാമേം ഏകത ദുനിയാക്കി താക്കത്ത്. അപ്പോൾ ഇതൊരു കോട്ടിങ്സ് പോലെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പല ടോപ്പിക്കും തന്നിട്ട് നിങ്ങളോട് പോസ്റ്റർ റെഡിയാക്കാൻ പറയും. അപ്പോൾ നല്ലൊരു മനോഹരമായിട്ടൊരു കോളം വരയ്ക്കുക, ക്രയോണൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് കളർ ചെയ്യുക, ഹെഡിങ്സൊക്കെ എഴുതുക. പോസ്റ്ററിൻ്റെ ഫോർമാറ്റിന് മാർക്കുണ്ട്, അതുകൊണ്ട് അത് അതിൻ്റേതായ രീതിയിൽ പോസ്റ്റർ തയ്യാറാക്കാൻ വേണ്ടി ശ്രമിക്കണം. കാണുമ്പോൾ തന്നെ നല്ല മനോഹരമായ രീതിയിൽ തന്നെ നിങ്ങളത് പോസ്റ്റർ തയ്യാറാക്കിയാലാണ് അതിന് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ. അതിന് മെയിനായിട്ടൊരു കണ്ടൻറ്റ്, അതിൻ്റെ ഒരു ഫോർമാറ്റ് ഒക്കെ നല്ല രീതിയിൽ എഴുതുക. ഓക്കെ.